നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPL ഇന്നൊരു സൂപ്പർ സാറ്റർഡേ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ക്യാച്ചുകൾ മിസ് ചെയ്ത കാര്യത്തിലും ഒരു സൂപ്പർ സാറ്റർഡേ ആയിരുന്നു. അത്രമാത്രം ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്തത്. വെറും ക്യാച്ചുകളല്ല, സിറ്റർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന അനായാസമായ ക്യാച്ചുകളാണ് കളിക്കാർ ഡ്രോപ്പ് ചെയ്തത്. പ്രത്യേകിച്ചും ആദ്യ കളിയിൽ 265 റണ്ണ് പിന്തുടരുകയായിരുന്ന പഞ്ചാബ് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ആ സമ്മർദ്ദത്തിൽ അവരുടെ ക്യാപ്റ്റൻ കളിക്കുന്ന ഘട്ടത്തിലാണ്, ശ്രേയസ് അയ്യർ കളിക്കുന്ന ഘട്ടത്തിലാണ് 28 റണ്ണിൽ വെച്ചും 35 റണ്ണിൽ വെച്ചും അടുത്തടുത്ത ഓവറുകളിൽ അയാളുടെ ക്യാച്ച് വിട്ടുകളയുന്നത്. അനായാസമായ ഈസി ക്യാച്ചുകളാണ് വിട്ടുകളഞ്ഞത്. 2 തവണയും വിട്ടത് മലയാളി താരമായ കരുൺ നായരാണ്. കരുൺ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മികച്ച ക്യാച്ചുകൾ എടുക്കുന്ന ഒരു താരമാണ്. പക്ഷേ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് 2 ഈസി ക്യാച്ചുകളും ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. അവിടെ വെച്ച് ശ്രേയസ് അയ്യർ വിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഡൽഹി ക്യാപിറ്റൽസ് ആ കളി ജയിക്കുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ശ്രേയസ് അയ്യർ തുടർന്നും അടിച്ചു തകർത്തു. 36 പന്തിൽ 71 റണ്ണെടുത്ത് പുറത്താകാതെ സ്വന്തം ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. അത് 265 റണ്ണ് ചേസ് ചെയ്ത് 7 പന്ത് ബാക്കി നിൽക്കുമ്പോൾ 18.5 ഓവറിൽ. അങ്ങനെ ശ്രേയസ് അയ്യരുടെ ക്യാച്ച് വിട്ടത് വല്ലാത്തൊരു വിലപ്പെട്ട ക്യാച്ചായിപ്പോയി. ആ 2 ക്യാച്ചുകളും ഏതെങ്കിലും ഒന്നെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഗുണം ചെയ്യുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. വിബ്രാജ് നിഗത്തിൻ്റെയും കുൽദീപ് യാദവിൻ്റെയും നിഗം 14ാമത്തെ ഓവറും കുൽദീപ് യാദവ് 15ാമത്തെ ഓവറുമാണ് എറിഞ്ഞത്. 2 ഓവറിലായി തുടരെയുള്ള 2 ഓവറുകളിലായി ശ്രേയസ് അയ്യരെ കരുൺ നായർ വിട്ടുകളഞ്ഞു. അത് ആ നിരാശ കുൽദീപ് യാദവ് വളരെ ശക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് സത്യമാണ് താനും. അത് അപ്പോൾ ശ്രേയസ് അയ്യരെ വിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് ജയിച്ചേനെ. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ കളിയിൽ രാജസ്ഥാൻ റോയൽസ് 228 റണ്ണ് ഉയർത്തിയതിന് ശേഷം ആ 228 ഉയർത്തിയതിൽ തന്നെ വൈഭവ് സൂര്യവംശിയുടെ ക്യാച്ച് വിട്ടുകളഞ്ഞിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. പിന്നീട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചേസ് തുടങ്ങിയപ്പോൾ, വിജയലക്ഷ്യം ഉദ്ദേശിച്ച് ബാറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യ പന്തിൽ തന്നെ ജോഫ്ര ആർച്ചറുടെ ആദ്യ പന്തിൽ തന്നെ ട്രാവിസ് ഹെഡിനെ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ വിട്ടു. പിന്നീട് കളിയുടെ ഒരു നിർണായക ഘട്ടത്തിൽ ഹെൻറിച്ച് ക്ലാസനെ ബ്രിജേഷ് ശർമ്മയും വിട്ടു. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്യാച്ചായിരുന്നു ബ്രിജേഷ് ശർമ്മ വിട്ടത്. ഇങ്ങനെ കളിയുടെ നിർണായക ഘട്ടങ്ങളിൽ ക്യാച്ചുകൾ മിസ് ചെയ്ത ഒരു സൂപ്പർ സാറ്റർഡേ ആണ് ഇന്ന്. അത് ആ അർത്ഥത്തിൽ അതൊരു നിരാശാജനകമായ സാറ്റർഡേ ആണ്. എന്തായാലും ക്യാച്ചുകൾ മിസ് ചെയ്ത സൂപ്പർ സാറ്റർഡേ ആയിട്ട് കൂടി ഇത് കണക്കാക്കേണ്ടി വരും. ക്യാച്ചുകൾ മിസ് ചെയ്ത ഒരു സാറ്റർഡേ ആയിട്ട് കൂടി, നിർഭാഗ്യകരമായ ശനിയാഴ്ചയായി കൂടി ഇതിനെ കണക്കാക്കേണ്ടി വരും.